പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഏപ്രിൽ 22. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നത്തെ ചില പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. ഒന്ന്, ഫ്രാൻസിസ് മാർപ്പാപ്പ ഈസ്റ്റർ തിങ്കളാഴ്ച അന്തരിച്ച കാര്യം. ONV അവാർഡ് MK സാനുവിന്. കൂടാതെ MNDF ഹുറാവി എന്ന കപ്പൽ അത് മുംബൈയിലെ ഡോക്യാർഡിൽ പുനർനിർമ്മാണം ചെയ്തു. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ജിദ്ദ സന്ദർശനം. ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫേഴ്സിൽ. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ONV അവാർഡ് പ്രസന്റഡ് ടു MK സാനു. ONV അവാർഡ് MK സാനുവിന് സമ്മാനിച്ചു. ഇന്നത്തെ ഹിന്ദു പത്രത്തിലൊരു വാർത്തയാണ്. അതായത് ONV സാനു അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് നൽകിയ കാര്യം നേരത്തെ പ്രഖ്യാപിച്ച ഒന്നായിരുന്നു. എന്നാൽ ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന് ഈ അവാർഡ് നൽകി ആദരിച്ചിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഏപ്രിൽ 21 കേരള സർവകലാശാലയുടെ 2021 ONV അവാർഡ് ആർക്കാണ് ലഭിച്ചത്? MK സാനു. കേരള യൂണിവേഴ്സിറ്റി നൽകുന്ന ONV അവാർഡ് 2021 ഇന്നലെ ഏപ്രിൽ 21 നൽകി ആദരിച്ചിട്ടുള്ളത് MK സാനുവിന്. മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ വിമർശകനാണ് പ്രൊഫസർ MK സാനു. ഒപ്പം അധ്യാപകൻ, വാഗ്മി, എഴുത്തുകാരൻ എന്നീ നിലയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് MK സാനു. ഇദ്ദേഹത്തിനാണ് ഇന്നലെ കേരള യൂണിവേഴ്സിറ്റിയുടെ ONV അവാർഡ് നൽകി ആദരിച്ചിട്ടുള്ളത്. കേരള സർവകലാശാലയുടെ ONV അവാർഡ് ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? സുഗതകുമാരി. 2017. 2017 കേരള യൂണിവേഴ്സിറ്റി ONV അവാർഡ് അത് ആദ്യമായിട്ട് ആരംഭിച്ചിട്ടുള്ളത്. അതേ വർഷം തന്നെ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് സുഗതകുമാരി. 2017. കേരളത്തിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ അവാർഡ് ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരം. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സാഹിത്യ പുരസ്കാരം എന്ന് പറയുമ്പോൾ അത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. ഇന്ത്യയിലാണെങ്കിൽ ജ്ഞാനപീഠമാണ് ഏറ്റവും ഉയർന്ന സാഹിത്യ അവാർഡ്. ഒരു കറണ്ട് അഫേഴ്സ് ആണ്. പോപ്പ് ഫ്രാൻസിസ് ഡൈഡ് ഓൺ ഈസ്റ്റർ മൺഡേ, ഏജ്ഡ് 88. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈസ്റ്റർ തിങ്കളാഴ്ച അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മിക്കവാറും പത്രങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയും അതുപോലെ തന്നെ ഓരോ വ്യക്തികളുടെ തന്നെ അഭിപ്രായങ്ങളും വ്യക്തികളുടെ അനുശോചനവും രേഖപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് ഇന്നലെ അന്തരിച്ച പോപ്പ് ഫ്രാൻസിസ്. 82 വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഏപ്രിൽ 21 88 വയസ്സിൽ അന്തരിച്ച റോമൻ കാത്തോലിക്ക സഭയുടെ ആദ്യ ലാറ്റിൻ അമേരിക്കൻ നേതാവ് ആരാണ്? പോപ്പ് ഫ്രാൻസിസ്. ദ ഫസ്റ്റ് ലാറ്റിൻ അമേരിക്കൻ ലീഡർ ഓഫ് റോമൻ കാത്തോലിക് ചർച്ച് പോപ്പ് ഫ്രാൻസിസ്. 2025 ഏപ്രിൽ 21 അദ്ദേഹം അന്തരിച്ചു. ഈസ്റ്റർ തിങ്കളാഴ്ചയാണ് അദ്ദേഹം അന്തരിച്ചിട്ടുള്ളത്. അതായത് ഞായറാഴ്ച ഈസ്റ്റർ ആയിരുന്നു, എന്നാൽ തിങ്കളാഴ്ച അന്തരിച്ചു. 21 ഏപ്രിലാണ് അദ്ദേഹം അന്തരിച്ചിട്ടുള്ളത്. പോപ്പ് ഫ്രാൻസിസ് 266 പോപ്പായി ഫ്രാൻസിസ് മാർപ്പ തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് വർഷത്തിലാണ്? 2013 മാർച്ച് 13. 266 എന്ന രീതിയിൽ പോപ്പ് ഫ്രാൻസിസ് ഇലക്ട് ആയിട്ടുള്ള ഡേറ്റ് ആണ് 2013 മാർച്ച് 13. ഇന്നലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. വത്തിക്കാനിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. 21 ഏപ്രിൽ ആണ്, അതായത് ഇന്നലെയായിരുന്നു പോപ്പ് ഫ്രാൻസിസ്, ദ ഫസ്റ്റ് ലാറ്റിൻ അമേരിക്കൻ ലീഡർ ഓഫ് ദി റോമൻ കാത്തോലിക്, അന്തരിച്ചിട്ടുള്ളത്. 2013 മാർച്ച് 13 മുതൽ മരണം വരെ വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിൻ്റെ കാത്തോലിക്ക സഭയുടെ പരമാധികാരിയുടെയും യഥാർത്ഥ പേരെന്താണ്? ജോർജ് മാരിയോ ബെർഗോഗ്ലിയോ. പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരായിരുന്നു ജോർജ് മാരിയോ ബെർഗോഗ്ലിയോ. അദ്ദേഹമാണ് മാർച്ച് 13, 2013 പോപ്പ് ഫ്രാൻസിസ് ആയിട്ട് ഇലക്റ്റഡ് ആയിട്ടുള്ളത്. 266 പോപ്പ് ആയിരുന്നു അദ്ദേഹം. 21 ഏപ്രിലാണ് അദ്ദേഹം അന്തരിച്ചിട്ടുള്ളത്. അടുത്ത, അതായത് 267 പോപ്പ് ആരാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു കറണ്ട് അഫേഴ്സ് ആണ്. എ മേജർ റിഫിറ്റ് ഓഫ് MNDF ഹുറാവി അറ്റ് ദി നേവൽ ഡോക്യാർഡ്, മുംബൈ. മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ MNDF ഹുറാവിയുടെ ഒരു പ്രധാന പുനർനിർമ്മാണം. ഏത് രാജ്യത്തിൻ്റെ കപ്പലാണ് MNDF ഹുറാവി? മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ റീഫിറ്റ് ചെയ്യപ്പെട്ട MNDF ഹുറാവി ഏത് പ്രൊജക്ടിൻ്റെ അണ്ടറിലാണ് ഇത് റീഫിറ്റ്മെന്റ് നടന്നിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് ദൗത്യത്തിന് കീഴിലാണ് ഇന്ത്യൻ നാവികസേന മാലദ്വീപ് തീരസംരക്ഷണ കപ്പലായ MNDF ഹുറാവിയുടെ ഒരു പ്രധാന പുനർനിർമ്മാണം പൂർത്തിയാക്കിയത്? മഹാസാഗർ എന്ന പ്രൊജക്ട്
ഇതിൻ്റെ കീഴിലാണ് മാൽദീവ്സിൻ്റെ കോസ്റ്റ് ഗാർഡ് ഷിപ്പ് ആയിട്ടുള്ള MNDF ഹുറാവിയുടെ പുനർനിർമ്മാണം. മാൽദീവ്സിൻ്റെ പ്രസിഡന്റ് ആണ് മുഹമ്മദ് മുയൂസ്. അദ്ദേഹം 2023 പ്രസിഡന്റ് ആയിട്ടുള്ളത്. ആ സമയങ്ങളിൽ അദ്ദേഹം ടേക്ക് ഓവർ ചെയ്ത സമയത്ത് ഇന്ത്യയായിട്ട് നല്ലൊരു ബന്ധം ആയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇന്ത്യയായിട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ ബന്ധം നല്ല ലെവലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡിഫൻസ് ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്, അതായത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രൊജക്റ്റ് ആണ് മഹാസാഗർ എന്ന പ്രൊജക്റ്റ്. മഹാസാഗർ എന്ന പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് MNDF ഹുറാവി എന്ന മാൽദീവിൻ്റെ കോസ്റ്റ് ഗാർഡ് ഷിപ്പ് അത് ഇന്ത്യയുടെ നേവൽ ഡോക്യാർഡിൽ അതിൻ്റെ പുനർനിർമ്മാണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. മഹാസാഗറിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? മ്യൂച്വൽ ആൻഡ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെൻറ്റ് ഫോർ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ. മേഖലയിലെ എല്ലാവർക്കും സുരക്ഷയും വളർച്ചയ്ക്കും വേണ്ടിയുള്ള പരസ്പരം സമഗ്രവുമായ പുരോഗതി, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രൊജക്റ്റ് ആണ് മഹാസാഗർ. ദാറ്റ് ഇസ് മ്യൂച്വൽ ആൻഡ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെൻറ്റ് ഫോർ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ. 2025 ഏപ്രിൽ 21 മുംബൈ നാവിക ഡോക്യാർഡിൽ പുനർനിർമ്മാണം പൂർത്തിയാക്കിയ മാൽദീവിൻ്റെ കപ്പലിൻ്റെ പേരെന്താണ്? MNDF ഹുറാവി. MNDF ഹുറാവി എന്ന കപ്പൽ ഇത് മാൽദീവ്സിൻ്റെ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലാണ്. ഈ കപ്പലാണ് ഇപ്പോൾ ഇന്ത്യയിലെ മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ ആ കപ്പലിൻ്റെ പുനർനിർമ്മാണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. MNDF ഹുറാവി എന്ന കപ്പലാണ് ഇതിനുവേണ്ടി ഇന്ത്യയിലെത്തിയതും മഹാസാഗർ എന്ന പ്രൊജക്ടിൻ്റെ അണ്ടറിലാണ് ഈ ഒരു പുനർനിർമ്മാണം ചെയ്യപ്പെട്ടിട്ടുള്ളതും. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, പ്രൈം മിനിസ്റ്റർ മോദി ഹിസ്റ്റോറിക് വിസിറ്റ് ടു ജെദ്ദ മാർക്സ്. പ്രധാനമന്ത്രി മോദിയുടെ ജിദ്ദ സന്ദർശനം. ഇന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ജിദ്ദ സന്ദർശിക്കുകയാണ്. ഏപ്രിൽ 22 ഏപ്രിൽ 23 എന്നീ 2 ദിവസങ്ങളിലാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ജിദ്ദ സന്ദർശിക്കുന്നത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പ്രധാനമന്ത്രി മോദി 2025 ഏപ്രിൽ 22 സന്ദർശിക്കുന്ന ജിദ്ദ ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണ്? സൗദി അറേബ്യ. സൗദി അറേബ്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് ജിദ്ദ. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഏപ്രിൽ 22, 23 തീയതികളിൽ ആണ് ജിദ്ദ സന്ദർശിക്കുന്നത്. എത്ര വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രധാനമന്ത്രി 2025 ഏപ്രിൽ 22 ജിദ്ദ സന്ദർശിക്കുന്നു? 40 വർഷം. 40 വർഷം മുമ്പാണ് ഇന്ത്യയിലെ ഒരു പ്രൈം മിനിസ്റ്റർ ജിദ്ദ സന്ദർശിച്ചിട്ടുള്ളത്. 40 വർഷത്തിന് ശേഷമാണ് ഒരു പ്രധാനമന്ത്രി ജിദ്ദ എന്നത്, അതായത് സൗദി അറേബ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റി ആയിട്ടുള്ള ജിദ്ദ സന്ദർശിക്കുന്നത്. ഇന്ത്യ സൗദി അറേബ്യ തമ്മിലുള്ള നല്ലൊരു ബന്ധമാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിസിറ്റ് ആണിപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ജിദ്ദ വിസിറ്റ്. സൗദി അറേബ്യയുടെ തലവൻ ആരാണ്? രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ്. ദ ഹെഡ് ഓഫ് സൗദി അറേബ്യയാണ് കിങ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ്. സൗദി അറേബ്യയിലെ 2ാമത്തെ വലിയ നഗരം, ഒരു പ്രധാന വാണിജ്യ കേന്ദ്രം, മക്കയിലേക്ക് പോകുന്ന തീർത്ഥാടകർക്കുള്ള നിർണായക കവാടം ഏതാണ്? ജിദ്ദ. ജിദ്ദ എന്നത് സൗദി അറേബ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ്, അതായത് സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി. കൂടാതെ ഒരു മേജർ കമേഴ്സ്യൽ ഹബ് ആണ്, ഒരു പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രവും. മക്കയിലേക്ക് പോകേണ്ട ഗേറ്റ് വേ എന്ന് പറയാൻ പറ്റും. ദ ഗേറ്റ് വേ ഫോർ പിൽഗ്രിംസ് ടുവേഴ്സ് മക്ക. മക്കയിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു നിർണായകമായിട്ടുള്ള കവാടം ആണ് ജിദ്ദ. ഇവിടെയാണ് ഇപ്പോൾ ഏപ്രിൽ 22, 23 തീയതികളിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സന്ദർശിക്കുന്നത്. ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഹെഡിംഗ് ആണ്, 2 ISRO സാറ്റലൈറ്റ് ഡോക്ക് സക്സസ്ഫുള്ളി ഫോർ ദ സെക്കൻഡ് ടൈം. 2 ISRO ഉപഗ്രഹങ്ങൾ 2ാം തവണയും വിജയകരമായി ഡോക്ക് ചെയ്തു. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, അതായത് ഡോക്കിംഗ്. 2 സാറ്റലൈറ്റ്സിനെ വീണ്ടും കൂട്ടിയോജിപ്പിക്കുക. ഇത് നടന്നിട്ടുള്ളത് 2ാമത്തെ പ്രാവശ്യമാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ഏപ്രിൽ 21 കേന്ദ്രമന്ത്രി പറഞ്ഞതനുസരിച്ച് ISRO ഏത് 2 ഉപഗ്രഹങ്ങളുടെ 2ാമത്തെ ഡോക്കിംഗ് വിജയകരമായി നടത്തി? STX-01 ചേസർ, STX-02 ടാർഗറ്റ്. കഴിഞ്ഞ ഡിസംബർ 30 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ 2 സാറ്റലൈറ്റ്സ് ഇത് ഓർബിറ്റിലേക്ക് എത്തിച്ചു, അതായത് ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചു. ഒന്നാണ് STX-01, മറ്റൊന്ന് STX-02. ഈ 2 സാറ്റലൈറ്റ്സിനെ കൂട്ടി യോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഈ ഒരു സാറ്റലൈറ്റ്സിനെ ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചിട്ടുള്ളതും. ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള
അൺഡോക്കിംഗ് ഡോക്കിംഗ് എന്ന ആ സിസ്റ്റമാണ് നടന്നിട്ടുള്ളത്. അതായത് ഡോക്കിംഗ് എന്ന് പറയുമ്പോൾ കൂട്ടി യോജിപ്പിക്കുക, ഒരു സ്ഥലത്തേക്ക് മാത്രമായിട്ട് പാർക്ക് ചെയ്യുക എന്നെല്ലാം പറയുന്ന ഒന്നാണ് ഡോക്കിംഗ്. ഇതനുസരിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡോക്കിംഗ് ആണ് ISRO രണ്ടാമത്തെ പ്രാവശ്യം നടത്തിയിട്ടുള്ളത്. ഇന്ന് ലോകത്ത് പറയുമ്പോൾ ആകെ 3 രാജ്യങ്ങൾ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതായത് അമേരിക്ക, റഷ്യ, ചൈന. ഇന്ത്യ 4ാമത്തെ രാജ്യമാണ് ഇത്തരത്തിൽ ഡോക്കിംഗ് എന്ന ഫെസിലിറ്റി, ഡോക്കിംഗ് എന്ന ആ ഒരു ടെക്നോളജി ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ISRO ആദ്യമായി STX-01 ചേസർ, STX-02 ടാർഗറ്റ് ഡോക്കിംഗ് ചെയ്തത് ഏത് തീയതിയിലാണ്? 2025 ജനുവരി 16. ഈ കഴിഞ്ഞ ജനുവരി 16-ാം തീയതിയാണ് ഇന്ത്യ ആദ്യമായിട്ട് 2 സാറ്റലൈറ്റ്സ്, 2 സ്ഥലങ്ങളിൽ നിൽക്കുന്ന സാറ്റലൈറ്റ്സിനെ ഒരുമിച്ച് കൊണ്ടുവരിക, അതിനെ ഡോക്ക് ചെയ്യുക, അതിനെ കൂട്ടി യോജിപ്പിക്കുക ചെയ്തിട്ടുള്ളത് ജനുവരി 16, 2025-ലാണ്. ISRO ആദ്യമായി STX-01, STX-02 അൺഡോക്കിംഗ് നടത്തിയത് ഏത് തീയതിയിലാണ്? 2025 മാർച്ച് 13-ന്. അതായത് ജനുവരി 16-ന് ഇന്ത്യ 2 സാറ്റലൈറ്റ്സിനെ കൂട്ടി യോജിപ്പിക്കുകയും പിന്നീട് മാർച്ച് 13-ന് ഈ 2 സാറ്റലൈറ്റ്സിനെ തിരികെ വീണ്ടും പഴയ സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുള്ള അൺഡോക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ നടത്തിയിട്ടുള്ളത് മാർച്ച് 13-നാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി അപ്പോയിന്റഡ് ചെയർപേഴ്സൺ ഓഫ് ദി 23rd ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയെ ഇന്ത്യയുടെ 23ാമത് നിയമ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിച്ചു. ഇതും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയുടെ 23ാമത് ലോ കമ്മീഷൻ ആരാണ്? ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. ഈയിടത്താണ് ഇന്ത്യയുടെ 23ാമത് ലോ കമ്മീഷൻ ആയിട്ട് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയെ നിയമിച്ചിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് ലോവിൻ്റെ അണ്ടറിൽ വരുന്ന ഒന്നാണ് ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ. പ്രധാനമായിട്ടും പറയുമ്പോൾ നിയമ ഉപദേശകൻ എന്ന രീതിയിൽ പറയാൻ സാധിക്കുന്ന ഒന്നാണ് ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ. 23ാമത്തെ ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് ഇപ്പോൾ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ 23ാമത് ലോ കമ്മീഷന്റെ കാലാവധി എത്രയായിരിക്കും? 2027 ഓഗസ്റ്റ് 30. 2027 ഓഗസ്റ്റ് 30 വരെ ആയിരിക്കുള്ളൂ 23ാമത്തെ ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ടെന്യൂർ, അതായത് കാലാവധി. ഇന്ത്യയുടെ 22ാമത് ലോ കമ്മീഷൻ ആരായിരുന്നു? ജസ്റ്റിസ് ഋതുരാജ് അവസ്ഥി. ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇത് സ്ഥാപിതമായിട്ടുള്ളത് 1834-ലാണ്. എന്നാൽ ഫസ്റ്റ് ലോ കമ്മീഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1955-ലാണ്. 1834-ൽ ലോ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് അണ്ടറിൽ എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിലും ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ദ ഫസ്റ്റ് ലോ കമ്മീഷൻ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1955-ലാണ്. ഇതനുസരിച്ച് 22ാമത്തെ ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിരുന്നു ജസ്റ്റിസ് ഋതുരാജ് അവസ്ഥി. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ് അനുസരിച്ച് 23ാമത്തെ ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 19 കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട് GK ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജേഴ്സ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.